ആദ്യം തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് അങ്ങ് ആഡ് ചെയ്യാം. അതിന് പ്രൊഡക്റ്റ് മാനേജ്മെന്റിൽ പോവുക, ആഡ് ന്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഷുഗർ ബാഗ് ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ പർച്ചേസ് ചെയ്തത് ചാക്കിലായതുകൊണ്ട് ഞാൻ അതിന്റെ യൂണിറ്റ് ബാഗിലിട്ടു. ഓക്കെ, ദെൻ അതിന്റെ ബേസ് യൂണിറ്റ് കിലോഗ്രാം ഇട്ടു. ഞാൻ കെ ജിസിലാണ് അത് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ബാഗിന്റെ അകത്ത് എത്ര കെ ജി ഉണ്ട് അത് നമ്മളിവിടെ ക്വാണ്ടിറ്റിയും ഇട്ട് കൊടുക്കണം. ഇപ്പൊ എൻ്റെ ഒരു ചാക്കിന്റെ അകത്ത് 100 കിലോ പഞ്ചസാരയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്, എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ ഞാൻ ആ 100 എന്നുള്ളത് ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു. നെക്സ്റ്റ് അതിന്റെ ബാർകോഡും എത്ര അതിന്റെ കറണ്ട് സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ളത്. ഇപ്പൊ ബാർകോഡ് ഞാൻ ഒരു എക്സാമ്പിളിനായിട്ട് 7001 ഒരു ബാർകോഡ് സെറ്റ് ചെയ്തു. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിൽ എത്ര ചാക്ക് അവൈലബിൾ ആണ്. ഓക്കെ, കറന്റ്ലി ഇപ്പം എൻ്റെ കയ്യിൽ പഞ്ചസാരയുടെ എത്ര ചാക്ക് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചാക്കേ ഉള്ളൂ, 100 കിലോന്റെ ഒരു ചാക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 1 ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തു. ഇനി അടുത്തത് അതിന്റെ പ്രൈസ് ആണ്. 3 മെയിൻ പ്രൈസ് ആണുള്ളത്. ഒന്ന് അതിന്റെ MRP. അപ്പൊ ആ ചാക്കിന്റെ MRP എത്രയാണെന്ന് അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 5500 രൂപ ഞാൻ കൊടുത്തു. പർച്ചേസ് കോസ്റ്റ് സപ്ലയറിന്റെ അടുത്തുനിന്ന് മേടിച്ച പ്രൈസ് അത് ഞാൻ ഇവിടെ ഒരു 3000 കൊടുക്കുന്നു. റീറ്റെയിൽ പ്രൈസ് അത് ഞാനിവിടെ ഒരു 5000 കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആഡ് ചെയ്ത പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. സ്റ്റോക്കിൽ പോവുക, സ്റ്റോക്ക് റിപ്പോർട്ട് ഓപ്പൺ ആക്കുക. ഇതിൻ്റെ അകത്ത് ഷുഗർ, ഇതുണ്ട് ഷുഗർ ബാഗ്, മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണത്. അതിന്റെ കറണ്ട് സ്റ്റോക്ക് 1 ആണ്. ഇനി റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് മാനേജറിൽ ചെല്ലുക, റീപാക്കിംഗ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആദ്യം തന്നെ ഷുഗർ ബാഗ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ എങ്ങനെയാണോ ഞാൻ അതിനെ റീപാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാൽക്കുലേഷൻ ആണ് ദേ ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ആദ്യം അതിന്റെ വേരിയന്റ് കൊടുക്കുക. ഇപ്പൊ ഞാൻ 1 kg ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, 1 kg ആയിട്ടാണ് റീപാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യുക, 1 kg ആഡ് ചെയ്യുക. ഇനി അതിന്റെ ബാർകോഡ് ഞാനിവിടെ 7002 കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തു. ഇനി അതിന്റെ ബേസ് യൂണിറ്റ്, അതായത് അതൊരു 1 kgയുടെ ബാഗാണ്, പാക്കറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അങ്ങനെ 10 എന്നുള്ളൊരു ക്വാണ്ടിറ്റിയും കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തു. ഇനി സെറ്റ് ചെയ്യേണ്ടത് പ്രൈസ് ആണ്. നമ്മളിവിടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പം അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണ് നമ്മൾ റീപാക്ക് ചെയ്യാനെന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കണ്ടോ, ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ള ബാഗിന് 55,000 ആയിരുന്നു പ്രൈസ് കൊടുത്തിരുന്നത് MRP. റീറ്റെയിൽ സെയിൽ പ്രൈസ് 5,000 ആയിരുന്നു, റൈറ്റ്? അപ്പോൾ അതിൻ്റെ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ MRPയും പർച്ചേസ് പ്രൈസും ഡിവൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. റീറ്റെയിൽ പ്രൈസ് ഞാൻ തന്നെ കൊടുക്കണം. വേണമെങ്കിൽ കാൽക്കുലേഷൻ വെച്ചിട്ട് എക്സാക്റ്റ് എമൗണ്ട് കൊടുക്കാം, ഇല്ലെന്നാണെങ്കിൽ പ്രൈസ് എനിക്ക് വേണ്ട രീതിയിൽ ഞാനിവിടെ കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 50 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൈസ് 50 എനിക്കിവിടെ കൊടുക്കാം. നോക്കിക്ക്, റീപാക്ക് ആയി. ഇനി അതിൻ്റെ ഞാൻ സ്റ്റോക്ക് കാണിച്ചു തരാം. സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കുക. നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഒന്ന് ഇവിടെ ഫിൽട്ടർ ചെയ്യാം. ഇനി നോക്കിക്കേ, ഷുഗർ ബാഗ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് 0.9 ആയി. അതായത് ആ ഒരു ബാഗിൽ നിന്ന് ഒരു ചാക്കിൽ നിന്ന് നമ്മളൊരു 10 കിലോ എടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് 0.9 നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി 1 കിലോന്റെ ഞാൻ ഇവിടെ 10 ആണ് സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. ഉണ്ടോ, 1 kgന്റെ 10 ആയിട്ടാണ് ഞാൻ റീപാക്ക് ചെയ്തിരിക്കുന്നത്. അതും ഇവിടെ കറക്റ്റ് ആയിട്ട് ഷോ ചെയ്യുന്നുണ്ട്. നമുക്കതാ ആഡ് ചെയ്ത പ്രൊഡക്റ്റിന് ഇനി ബാർകോഡ് ജനറേറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ ഇവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഷുഗർ, നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ബാർകോഡ് ലേബലിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് പ്രിന്റ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന ഈ ബാർകോഡ് സ്റ്റിക്കർ നമുക്ക് 1 kgന്റെ ആണ്. ഞാനിങ്ങനെ 1 kgയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ 500 ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കായിരുന്നു. ഇനി അതെങ്ങനെ സെയിൽ ചെയ്ത് ഞാൻ അതൊന്ന് സെയിലും കൂടെ ചെയ്ത് കാണിക്കാം. അതിന് ഇനി സ്മാർട്ട് സെയിലിൽ വരിക. ഒരു ഷുഗറിന്റെ
1 kg ബാഗ് ഞാൻ അത് സെയിൽ ചെയ്യുന്നു. ഒരു ബില്ല് ജനറേറ്റ് ആയി. ഇനി ബിൽ ജനറേറ്റ് ആയതിനു ശേഷം അതിന്റെ സ്റ്റോക്ക് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. വേണ്ടോ, ഷുഗർ ബാഗ് ഞാനിപ്പോ 1 kg ഉള്ളത് സെയിൽ ചെയ്തത് കൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി വീണ്ടും 9 ആയി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റീറ്റെയിൽ ബൂമില് റീപാക്കിംഗ് എന്നുള്ള ഒരു ഫീച്ചർ എന്ത് സിമ്പിൾ ആണെന്ന്. നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, അതിനെ റീപാക്ക് ചെയ്യാം, ബാർകോഡ് ജനറേറ്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അതിന്റെ സ്റ്റോക്ക് എല്ലാം മാനേജ് ചെയ്യാം. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എളുപ്പം തന്നെ ഒരു ഡെമോക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ദാറ്റ്സ് ദ പവർ ഓഫ് റീറ്റെയിൽ ബൂം.